എന്റെ സംഘമാണ്. ഇത് കാണാൻ പറ്റില്ലല്ലോ, പേര് കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചത്, ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഈ ചേട്ടനെയാണ്. കാരണം വി എസിൻ്റെ തണൽ പറ്റി ഇങ്ങനെ മഴയും വെയിലുമെല്ലാം അവഗണിച്ച് നിൽക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതാണ്. ഈ യാത്രയിലുടനീളം നമ്മൾ അങ്ങനെ കുറേ പേരെ കണ്ടു. ഈ കസേരയിൽ ഇങ്ങനെ ഞങ്ങൾ വന്നപ്പം തൊട്ട് കാണുക, ഇങ്ങനെ വി എസിനെ കാണാൻ വേണ്ടി ഇരിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണോ വി എസിന്? അതെ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇത് കാണാൻ പറ്റില്ലല്ലോ, പേര് കാണാൻ പറ്റും. വി എസിനെ ഒരുപാട് ഇഷ്ടമാണ്, ഹൃദയം കൊണ്ട് ഒരുപാട് ഇഷ്ടമാണല്ലേ? എന്റെ സംഘമാണ്. എന്റെ അറിവായ കഥകളിൽ ഞാൻ കമ്മ്യൂണിസ്റ്റിനെ ശരിക്കുന്നതാണ്. അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഒരു സർജറി കഴിഞ്ഞ മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വി എസിനെ കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ വരാൻ പ്രത്യേകിച്ചും ഒരു കാര്യം, എല്ലാവരും മഴ പെയ്തപ്പോഴത്തേന് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോയി അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് തന്നെ കുട പിടിച്ച് ആ വി എസിൻ്റെ തണൽ പറ്റി, അല്ലെങ്കിൽ വി എസ് മഴയിലും വെയിലിലും എല്ലാ സന്ദർഭങ്ങളിലും കൂട്ടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച, അത് വലിയൊരു ഹൃദയഭരമായ കാഴ്ചയായിരുന്നു. അദ്ദേഹം പൊഴിക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളിയുമാണ് യഥാർത്ഥത്തിൽ വി എസിനെ വലിയ നേതാവാക്കുന്നത്. വി എസ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ജീവിക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇതുപോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിലാണ് വി എസ് ഇപ്പോഴും നിലകൊള്ളുന്നത്. അങ്ങനെ നിലകൊള്ളുന്നത് കൊണ്ടാണ് അവർ ഉറക്കെ ഉറക്കെ വിളിക്കുന്നത്, കണ്ണേ കരളെ വി എസ് എന്ന് വിളിക്കുന്നത്. ഞങ്ങളിലൂടെ